ഇങ്ങനെയൊരു യാത്രയുടെ സമാപനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന നേതാക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ വാക്കുകളിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം, പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച സന്ദേശം എന്തായിരുന്നു? മറിച്ച് സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഓരോ ജില്ലയിലും അതാത് ജില്ലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ പ്രമേയ പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനങ്ങളും മുന്നോട്ട് പോയത്. വളരെ ശ്രദ്ധേയമായ, ഇപ്പോൾ ഇന്നലെ തന്നെ ഈ വിവാദങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എയ്ഡഡ് സ്കൂളിലെ നിയമനം PSC വഴിയാക്കണം തുടങ്ങിയ ഒരുപാട് സമൂഹത്തിന് ആവശ്യമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സംഗമം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവാദമായത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായിട്ട് ഈ യാത്ര നടത്തുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ അന്ന് നടന്ന പത്രസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഖലീൽ തങ്ങൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുകയും അതിനെതിരായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ മുമ്പ് ഈ വിവാദങ്ങൾ നടന്ന സമയത്ത്, ആരംഭിച്ച സമയത്ത് തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് ഞങ്ങൾ വെള്ളാപ്പള്ളിയെ ഒരു വർഗീയവാദിയായി കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ സംഭവിച്ച അബദ്ധമായിരിക്കാം എന്നായിരുന്നു. അതിനർത്ഥം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ വർഗീയമല്ല എന്ന നിലപാടാണ് സുന്നികൾക്ക് എന്നല്ല. അതിനെ കൈകാര്യം ചെയ്യുന്ന നയതന്ത്രപരമായ ഒരു സമീപനമാണ്. ഈ തിരുവനന്തപുരത്തെ സമ്മേളനത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ C മുഹമ്മദ് ഫൈസി കാറിൽ കയറ്റിയതിനെ കുറിച്ച് പരാമർശിച്ചത് അത് സാങ്കേതികമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അനൗചിത്യമായ രൂപത്തിലുള്ള ഒരു ചർച്ചാ വേദിയിൽ വന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. മറ്റൊന്ന്, ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ ഗൗരവതരമായ, ഇതിപ്പോ നോക്കൂ, ശരിയാണ്, അങ്ങ് പറഞ്ഞത് തീർത്തും ശരിയാണ്. ലീഗ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ഞങ്ങൾ മാധ്യമങ്ങൾ നിരവധി ചർച്ചകൾ, ഏറ്റവും കുറഞ്ഞത് 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ആ തുടർ പ്രസ്താവനകൾ വന്ന സമയത്ത് അത് ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യവും. പക്ഷേ ലീഗ് എടുത്ത നിലപാട് എന്താണെന്ന് അറിയുമോ? ആ ചർച്ചയിൽ അവർ പങ്കെടുത്തില്ല. കാരണം ഇനി ഇത് പറഞ്ഞ് വഷളാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഒരുപക്ഷെ ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടാകും പിന്നീട് അവർ സ്വീകരിച്ചത്. കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കൾ പലരും ആ നിലപാട് സ്വീകരിച്ചവർ തന്നെയാണ്, പ്രധാനമാണ്. പക്ഷേ വെള്ളാപ്പള്ളി അത് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് എന്ന് പറയാം. അതിനെ എൻഡോഴ്സ് ചെയ്യുന്നവരോ? അല്ല, 2 തരത്തിൽ ഇതിനെ സമീപിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു പത്രപ്രസ്താവന, വെള്ളാപ്പള്ളി എന്നും പത്രസമ്മേളനം നടത്തി വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതാണ് UDF ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുതൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് വരെയുള്ള ആളുകൾ, മറുഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനക്കും അതിനെതിരായിട്ടുള്ള CPMന്റെ തുറന്നടിക്കും കാത്തു നിൽക്കുന്ന BJP പോലെയുള്ള കക്ഷികൾ. ഇങ്ങനെ 2 വിഭാഗം വർഗീയമായ മുതലെടുപ്പിന് 2 ഭാഗത്ത് അണിനിരക്കുമ്പോൾ CPM അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അത്യധികം സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലൂടെയാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. CPM ഇവിടെ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്, സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ സമുദായം അണിനിരക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിനെ ഭിന്നിപ്പിക്കാൻ, അതിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ഒരു ഭാഗത്ത് BJP നിലയുറപ്പിക്കുന്നു, ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ അടർത്തി മാറ്റാൻ ഭീകരമായ വർഗീയ ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ UDFന്റെ ആശീർവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത്യധികം സൂക്ഷ്മമായി വേണം CPM അതിനെ കൈകാര്യം ചെയ്യാൻ. എങ്കിലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ അതിരുകടന്നപ്പോൾ, അത് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കടന്നു വന്നപ്പോൾ സർക്കാർ ധവളപത്രം ഇറക്കണം എന്ന് സുന്നികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഇവിടെ നിലവിലുള്ള ഭരണകൂടത്തിന് ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. ശരി.